ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിലാട്ടാണ്. അപ്പം നമ്മുടെ ചാനലിന്റെ പേര് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്നല്ലേ. ഇതുവരെ ഞാൻ ബ്യൂട്ടി ടിപ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടമായിട്ട് വരാമെന്ന് വെച്ചു. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാട്ടോ. ഈ സിമ്പിൾ ബോട്ടിലാട്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ബോട്ടിലാട്ട് ചെയ്യാൻ പോകുന്നത് ഇതായി ഒരു ബോട്ടിലാണ്. ഇത് വലിയൊരു ബോട്ടിലൊന്നല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരു ബോട്ടിലാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലിയ കുപ്പി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല ഗ്ലോസി ആയിട്ടുള്ള ബോട്ടിലല്ലേ, ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ഗ്ലോസിനെസ് ഒന്ന് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ പെയിൻ്റ് ആണ്. ഇതിപ്പം നല്ല തിക്കായിട്ടാണ് പെയിന്റ് ഉണ്ടാവുക. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഗ്ലോസിനെസ് ഒന്ന് പോയി കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പെയിന്റ് ഒന്ന് നേർപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെയിന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ പെയിന്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് പെയിന്റ് എടുത്തിട്ട് അതിലൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പെയിന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തതാണ്. നമ്മൾ പെയിന്റ് ചെയ്യുമ്പം ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതാണ് കൂടുതൽ എളുപ്പം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോട്ട് മാത്രം അടിച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ട് പെയിന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഗ്ലോസ്നെസ് പോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ബോട്ടിൽ മുഴുവനായിട്ട് പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. പെയിന്റ് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ബോട്ടിലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ മാത്രമേ വെയിലത്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മരമാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മരമാണ്. ഇതിന് യൂസ് ചെയ്യുന്നത് ഞാൻ കറുപ്പ് കളർ പെയിന്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം ഒന്ന് വരച്ചു കൊടുക്കാൻ നോക്കാം. ഈ ഒരു മരം വരച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. ഒരു പിക്ചറിൽ വെച്ച് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ മരം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി അല്ലേ നമുക്കിത് വരയ്ക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഡിസൈനും കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ നേരെയായിട്ട് കുറച്ച് ചെറിയ വരകൾ വരച്ചു കൊടുക്കാം.
ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ നീളത്തിൽ കുറച്ച് വരകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇങ്ങനെ നേരെയായിട്ട് കുറച്ച് 2 വരകൾ വരച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ബോട്ടിൽ 2 ഭാഗത്തുമായിട്ട് ഇത് വരച്ചു കഴിഞ്ഞു. അപ്പം നമ്മളെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക്. ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇത്രയും അറിയില്ലെങ്കിൽ നമുക്കൊരു കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു LED ലാമ്പൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി ബോട്ടിൽ ലാമ്പായിട്ടും സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ ചെറിയ ക്രാഫ്റ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.